വിനോദുണ്ട് ആശുപത്രിയിൽ നിന്ന്. വിനോദ്, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ? അഭിലാഷ്, ഏറെക്കുറെ ഈ നടപടികൾ പൂർത്തിയാകുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഈ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും. വീട്ടുകാർക്ക് കൈമാറുമെന്ന് RDO രാവിലെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. നെയ്യാറ്റിൻകര പോലീസിന്റെ അംഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ തുടരുന്നുണ്ട്. മെഡിക്കൽ കോളേജ് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. DYSP ഉൾപ്പെടെ, കഴക്കൂട്ടം DYSP ഉൾപ്പെടെയുള്ളവർ, AC ഉൾപ്പെടെയുള്ളവർ ഇവിടെ തുടരുകയാണ്. വലിയ പോലീസിന്റെ സാന്നിധ്യമുണ്ട്. ഏതായിരുന്നാലും ഇത് ഏറ്റവും അനിവാര്യമായ ഒരു നിയമ നടപടി എന്ന നിലയ്ക്ക് തന്നെയാണ് സർക്കാർ വിലയിരുത്തുന്നത്. കാരണം ദുരൂഹത ആരോപിക്കപ്പെടുന്നു, സംശയങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. ഇത് പുറത്തുനിന്നല്ല, ഏതെങ്കിലും പുറത്തുനിന്നുള്ള ആളുകളല്ല, ഈ ഗോപൻ സ്വാമിയുടെ വീടിനോട് ചേർന്നുള്ള ആളുകൾ തന്നെ, ആ പരിസരവാസികളാണ് ഇതിനകത്ത് ആദ്യം സംശയം ഉന്നയിക്കുന്നത്. ഇതിന്റെ ഒരു ഗൗരവ സ്വഭാവം നമ്മൾ കാണേണ്ടത്, ചില തൽപരകക്ഷികൾ ഇത് വർഗീയമായി മാറ്റിക്കൊണ്ടുപോകാനുള്ള ചില നീക്കങ്ങൾ ഒരു കോണിൽ നടത്തി. അവിടെയാണ് ഹൈക്കോടതി ഉത്തരവ് വലിയ പ്രാധാന്യമുള്ളതായി മാറിയത്. മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന ചോദ്യം ഹൈക്കോടതി ചോദിക്കുന്നു. സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ മരണമെന്നത് വ്യക്തമാകേണ്ടതുണ്ട്. കല്ലറ തുറക്കാൻ പോലീസിന് അധികാരമുണ്ടെന്ന് കൂടി കോടതി പറഞ്ഞു വെക്കുന്നു. തീർച്ചയായും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന നടപടികളാണ്. മറ്റു വാദങ്ങൾക്കൊന്നും തന്നെ ഇവിടെ അടിസ്ഥാനമില്ല. ഇക്കാര്യത്തിൽ സത്യം തെളിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവിക മരണമായാലും അസ്വാഭാവികത ഉള്ള കാര്യമായാലും അതിന്റെ വസ്തുത പുറത്തുവരിക എന്നതാണ്. ഇന്ന് നടക്കുന്ന ഈ പരിശോധനകൾ തന്നെ 3 തട്ടിലാണ്. ഒന്ന്, സാധാരണ നിലയിലുള്ള പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ലഭിക്കുന്ന തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം നടപടി. അത് ഈ ക്ഷതമേറ്റിട്ടുണ്ടോ, ആന്തരിക അവയവങ്ങൾ അതിൽ മർദ്ദനമോ അല്ലെങ്കിൽ ശരീരത്തിന് പുറത്ത് മർദ്ദനമേറ്റ പാടുകളോ മുറിവോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നതാണ്. അസ്ഥികൾക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ. അതിന്റെ റിപ്പോർട്ട് വളരെ പെട്ടെന്ന് തന്നെ എക്സ്റേ ഉൾപ്പെടെ, റേഡിയോളജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിനപ്പുറത്തേക്ക് ശരീരത്തിനുള്ളിൽ വിഷാംശം കടന്നിട്ടുണ്ടോ എന്ന പരിശോധന, അത് ആന്തരിക അവയവങ്ങളുടെ പരിശോധനയാണ്, രാസപരിശോധനയാണ്. ഏതാണ്ട് ഒരാഴ്ചയോളം വേണ്ടിവരും. പിന്നെന്നുള്ളത് സ്വാഭാവിക മരണമാണോ എന്ന് സ്ഥിരീകരിക്കുകയാണ്. അതിന് ഈ റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ അത്തരത്തിലേക്ക് പോകാൻ കഴിയൂ. എന്നാലും ഇപ്പോൾ നടത്തുന്ന പരിശോധനയിൽ കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ചില കണ്ടെത്തലുകളിലേക്ക് ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ടീമിന് എത്താൻ കഴിയും. ഫോറൻസിക് സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു പരിശോധനയാണ്, പോസ്റ്റ്മോർട്ടം നടപടിയാണ് പുരോഗമിക്കുന്നത്. ഡോക്ടർ മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം പുറത്ത് കൊണ്ടുവരും. അതിനുശേഷമാണ് പിന്നീടുള്ള തുടർ നടപടികൾ. ഇത് വീട്ടുകാർ എടുക്കുന്ന നിലപാടടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും ചർച്ചയായി വരുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഏതായിരുന്നാലും കോടതി നിർദ്ദേശപ്രകാരമുള്ള ഒരു നടപടിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അദ്ദേഹം നടന്നുപോയി ഈ സമാധി സ്ഥലത്ത് ഇരുന്നു എന്ന മൊഴി അതിനെ തന്നെ പ്രധാനമായും ഖണ്ഡിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ അവിടേക്ക് നടന്നു പോകുമോ എന്ന സംശയമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെട്ടത്. ഇത്തരം കാര്യങ്ങളിലൊക്കെയും തീർച്ചയായും അങ്ങനെ നിരവധിയായ സംശയങ്ങൾ ഉണ്ട്. ഗോപൻ സ്വാമി സമാധിയായി എന്ന് കുടുംബാംഗങ്ങൾ പറയുമ്പോൾ ആ സംശയത്തിനുള്ള മറുപടി എന്ത് എന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ശാസ്ത്രീയമായ പരിശോധനയുടെ ഫലം പുറത്തു വരുമ്പോൾ ആണ് ഈ പറയുന്നത് പോലെയുള്ള ഒരു മരണം ആണോ സംഭവിച്ചത് എന്നതിൽ വ്യക്തത കൈവരികയുള്ളൂ.